കണ്ടോ? ഈ എണ്ണ നമ്മൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി വെക്കണം കേട്ടോ. കാണാല്ലേ ഇതിന്റെ ഒരു സൗന്ദര്യമൊക്കെ? കണ്ടോ? ഈ എണ്ണ എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. കണ്ടല്ലോ. ഹായ്, ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോണത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കന്നെ വേണം. കാരണം നമുക്ക് പെട്ടെന്നുണ്ടല്ലോ പൊള്ളുക. നമ്മളെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും അല്ലേ, കടുക് പൊട്ടി തെറിച്ചാൽ മതി നമുക്ക് അവിടെ പൊള്ളി. അപ്പൊ അതിനൊക്കെ ഒരു ഒന്നൊന്നര റെമഡി, ഒരു എണ്ണ കാച്ചുന്ന വിധാനം ഞാൻ പറഞ്ഞു തരുന്നത്. ഈ പൊള്ളലിന് മാത്രല്ല കേട്ടോ, നമ്മൾ ഈ മഴക്കാലത്ത് കുട്ടികളെ കാലിന്റെ ഉള്ളിലൊക്കെ ഈ ചെരുപ്പിട്ട് പോയാലും വെള്ളം നിന്നിട്ട് ചേറുപുണ്ണ് ഉണ്ടാവുന്നുണ്ടല്ലേ, അതിനും ഇതൊരു ഒന്നൊന്നര മരുന്നാണ് കേട്ടോ. പിന്നെ നമ്മളുടെ മുഖക്കുരു ഉണ്ടായിട്ട് കറുത്ത പാടുകളില്ലേ, കറുത്ത പാടുകള് അത് പോവാനും ഇത് ഒന്നൊന്നര റെമഡിയാണ്. വേറൊന്ന്, നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചു കേട്ടോ. നമ്മൾ ഈ വയറൊക്കെ നമ്മൾ 8 മാസം ആയപ്പോ നമുക്ക് ചൊറിയൂലേ, അപ്പൊ നമ്മൾ മാന്തി ബ്രസ്റ്റിന്റെ അവിടെയും നമ്മൾ മാന്തി പ്രസവം കഴിയുമ്പോഴേക്കും അതൊരു ബ്ലാക്ക് കളറാവൂലേ, ഒരു എന്താ പറയാ സ്ട്രെക്സ് മാർക്സ്, അതിനും നമുക്ക് ഇത് ഒന്നൊന്നര റെമഡിയാണ്. പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സോറിയാസ് പോലുള്ള ചൊറിച്ചിലൊക്കെ നമ്മളെ കാലുമ്പില് ഒരുപാട് പഴക്കമുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ മാറും. പക്ഷെ അതിന്റെയൊക്കെ കറുത്ത വടുകൾ ഉണ്ടാവില്ലേ, കറുത്ത വടു, അത് പോവാനും ഇത് മരുന്നാണ്. പിന്നെ നമ്മളെ പിഗ്മെന്റേഷനും ഒരുവിധം ഇത് പോകുന്നുണ്ട്, ഒരുവിധം നല്ല വൃത്തിയാവുന്നുണ്ട് നമ്മളെ മുഖമൊക്കെ കേട്ടോ. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ 5 പൈസ ചെലവില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഇത് എല്ലാവരും കരുതി വെക്കണം. ഒന്നുമല്ല മക്കളെ, കണ്ടോ നമ്മളെ തേക്കിന്റെ തൂമ്പല, അത് കൊണ്ടാൻ പോകുമ്പോ നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളെ. പെരുമഴ അന്ന്, എന്താ മലപ്പുറം ജില്ലയിലൊക്കെ അന്ന് പിന്നെ റെഡ് അലർട്ട് അത്രയും. അപ്പൊ നമ്മളെ പാലക്കാട്ടേക്ക് ഇത് നല്ലോണം ബാധിച്ചു, കണ്ടല്ലോ. അപ്പൊ ഞാൻ മഴയത്ത് ഓടിപ്പോയിട്ട് കുറച്ച് തോർത്തുണ്ടൊക്കെ തലയിലിട്ട് മണ്ടിയതാ. ക്യാമറയൊന്നും നനയ്ക്കാൻ പറ്റില്ല, നമ്മളെ മൈക്ക് ഒക്കെ നനഞ്ഞാ പിന്നെ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ തേക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്നുള്ള വിചാരത്തിലാട്ടോ. കണ്ടത് കുറച്ച് മൂത്ത ഒരു കുറച്ച് വലിയ ഇല, ബാക്കിയൊക്കെ കുഞ്ഞൻ ഇലകളാട്ടോ ഇതിന് വേണ്ടത്. ഇതിന് നമ്മൾ എന്താ ചെയ്യാന്ന് കാണിച്ചു തരാം. ഒന്നും ചെയ്യാനില്ല, കണ്ടോ. ഇങ്ങനെ ഒരു ചെറിയ ചീനച്ചട്ടി എടുക്കുക. നമുക്ക് എത്ര എണ്ണയാണോ വേണ്ടച്ച അതിനനുസരിച്ച് ഈ ഇല കൂടുതൽ എടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ കണ്ടോ ഇത്ര എണ്ണ എടുക്കണുള്ളൂ. നമ്മള് വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന സാധാ നമ്മളെ വീട്ടിൽ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ, നമ്മളെ വീട്ടില് അതാണ് ഇപ്പൊ ഉള്ളത്. വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ കാച്ചി വെച്ചു തലയെ തേക്കാൻ. അപ്പൊ ഇത് മതി വിചാരിച്ചു. അപ്പൊ ഇനി ഇത് എങ്ങനെ കാച്ചാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാ, നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. അപ്പൊ നമ്മളിതാ എണ്ണ അടുപ്പത്ത് കഴിച്ചു കഴിഞ്ഞു. ഇനി എണ്ണ നമ്മൾ ചൂടാവണതിന്റെ മുന്നേ ഈ ഇല മുറിച്ചിടാൻ പാടില്ല. ഒന്ന് ചൂടാവട്ടെ എണ്ണ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. കാരണം ഞാനിത് കഴുകി, മഴയില്ലേ അതുകൊണ്ട് കണ്ടോ കഴുകിയിട്ട് ഇതിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ട്. അത് തോരാൻ വെക്കാനുള്ള സമയം ഉണ്ടായില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല കുട്ടികളെ. നമ്മളെ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി ഉൾനാട്ടിലാ, കറണ്ട് എപ്പോഴും പോവും വരുവാണ്. അപ്പൊ ഈ ഇരുട്ട് പോലെ ആവും. അപ്പൊ കറണ്ട് വന്നപ്പോ വേഗം വീഡിയോ എടുക്കാണ് കേട്ടോ. കണ്ടോ, എന്നാൽ തന്നെ ചട്ടിയിലും കുറച്ച് വെള്ളം ഉണ്ട്. അപ്പൊ നമ്മളിതാ എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒന്നും ചെയ്യാനില്ല, കണ്ടല്ലോ. ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്തിടാം. എളുപ്പം നമുക്കിപ്പോ ഒരു കത്തിരി കൊണ്ട് ചെറുതാക്കി ഇടുന്നതാണ്, കണ്ടല്ലോ. ഇത് നല്ല ചെറുതാക്കി ഇടണം. അപ്പൊ നമ്മൾ ഈ എണ്ണയുടെ കളറ് മാറും കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ എണ്ണയുടെ മൂപ്പ് പാകം. ഇതേ എന്തും നമ്മൾ ഏത് എണ്ണ ചെയ്യുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം. മൂപ്പ് ഏറിക്കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. മൂപ്പ് നമ്മൾ കൃത്യമായിട്ടാണ് വേണം എന്ത് എണ്ണ ഉണ്ടാക്കുമ്പോൾ കേട്ടോ, അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവില്ല. കളറൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, കളർ എന്താ നമുക്ക് ഇല്ലെങ്കിലും. അല്ല, നമുക്ക് ഇത്രയും ചട്ടുകൊക്കെ കിട്ടിയതപ്പോ ഈ പോട്ടെ, ഈ വലിയ ചട്ടുകം കൊണ്ടായാലും വേണ്ടില്ല. കണ്ടല്ലോ, നമ്മളുടെ എണ്ണയുടെ മൂപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. നമ്മളെ കറിവേപ്പില നമ്മൾ കറിയിൽ വറുത്തിടണമ്പോ അന്നൊന്ന് പൊട്ടില്ലോ, അത്ര എന്നെ മൂപ്പ് പാടില്ല. എന്നാലേ ഇത് നമുക്ക് ഫലമുള്ളൂ. കാരണം ഇത് നമുക്ക് മുഖത്തേക്ക് ഉപയോഗിക്കാം. കണ്ടല്ലോ ഇതിന്റെ കളർ വ്യത്യാസം കണ്ടല്ലോ നിങ്ങള്. ഇത് തീപ്പൊള്ളലിന് ഏറ്റവും ഉചിതമായ എണ്ണയാണ്. എൻ്റെ മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അമ്മ എന്നും നമ്മൾ ഈ കലച്ചട്ടിയിലാട്ടോ കറി വെക്കുക വീട്ടില്. അപ്പൊ കലച്ചട്ടിനെ മൂടാൻ പോയിട്ട് അമ്മമ്മയുടെ കാലിൽ ഏത് സമയത്തും പൊള്ളുള്ളൂ. പാവം കുറച്ച് പുറത്തടുപ്പത്ത് വെക്കും വേനൽക്കാലായി. അമ്മമ്മ മാങ്ങയും ചക്കക്കുരു ഒക്കെ കൂട്ടോ, കൊഴുകൊഴുന്നനുള്ള കൂട്ടാനല്ലേ. പാവം അമ്മമ്മയുടെ കാല് എന്നും പാവം പൊള്ളൂട്ടോ. അപ്പൊ ഈ എണ്ണ എന്നും അമ്മമ്മ അവിടെ ഉണ്ടാക്കി വെക്കും. പിന്നെ ഞങ്ങൾ 6 പെൺകുട്ടികളാ, കാര്യമായിട്ട് ആൾക്കാരുടെ വയറിൽ വടുള്ളവരാണ് ഞങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്ക്. അപ്പൊ അമ്മമ്മ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ തേച്ചിക്കും ഞങ്ങള്. ദാനന്തരം തൈലം തേക്കണേന്റെ ഒപ്പം ഈ എണ്ണയും തേക്കും. അപ്പൊ ഞങ്ങളുടെ എന്നും വയറ് നല്ല ചന്തമുള്ള വയറുകൾ, ആരുടെയും വയറിൽ വടു ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ വയറൊക്കെ സുന്ദരമാകാനുള്ള ഒരു ലക്ഷണം ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു മരുന്ന്, രഹസ്യക്കൂട്ടാണത്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ എണ്ണയുടെ മൂപ്പ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ആവണേ ഉള്ളൂ കേട്ടോ, ഒന്നുകൂടി ആവണം. ആയി കേട്ടോ. അപ്പൊ ആയി, കൃത്യമായി. കണ്ടോ പൊട്ടിത്തെറിച്ചു, അതിലത്തെ വെള്ളം മുഴുവൻ പോയി. കണ്ടല്ലോ ഈ ഇല ഇങ്ങനെ കാണുമ്പോ. കണ്ടോ, ഇനി അത് നിങ്ങൾക്ക് കുപ്പിയിലാക്കി തരാം, കാട്ടിത്തരാം കേട്ടോ. കുപ്പിയിൽ പറഞ്ഞ ബൗളില് കണ്ടോ
നമ്മളെ കറിവേപ്പില ഇങ്ങനെ കൂട്ടാനിലിട്ടാ ഉണ്ടല്ലോ ഒരു ചെറുതായിട്ടൊരു പൊട്ടലത്ര തന്നെ അങ്ങോട്ട് വരരുത്. കണ്ടല്ലോ, ഇന്നിങ്ങനെ ചെറുതായിട്ട് തവനി പാടുള്ളൂ. ഒരുപാട് മൂപ്പേറിയ എന്താണോ മുഖത്ത് തേക്കാനുള്ളതല്ലേ, അപ്പോൾ അത് ഫലം പോവും. മുഖത്ത് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറലിനേക്കാളും അപ്പുറത്തല്ലേ നമ്മളെ മുഖത്തത്. നിങ്ങൾ രാവിലെയും 2 തുള്ളി തേക്കുക കുളിക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നല്ലൊരു ചെറിയൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ തേച്ച് കുളിക്കുക. അപ്പോൾ ഇത് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിലാണ് കേട്ടോ മുഖത്തൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇത് കാണിച്ചു തരണ്ട കേട്ടോ, അതിൻ്റെ തണുക്കട്ടെ. അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ നല്ല മൂത്ത് വന്നു, പാകത്തിന് മൂപ്പായിട്ടോ. നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. അത് ചൂടാറിയിട്ട് ഒഴിച്ചു വെച്ചാൽ മതി. എല്ലാവരും ചൂടുന്നതിന് ഒഴിച്ചു വെക്കണ്ട, എന്നാലേ നമുക്ക് എണ്ണ മുഴുവനായിട്ടും ഈ ഇലയെന്ന് ഇനിയിപ്പോൾ ഇതൊരു തുണിയിൽ പിഴിയണ്ട, അത്രയും ഡാർക്ക് കളറല്ലേ. അപ്പോൾ നമ്മൾ ചായയുടെ അരിപ്പയെ കൂടെ എടുത്താൽ മതി ഇത് ഒഴിക്കുമ്പോൾ കേട്ടോ. കണ്ടല്ലോ, ഈ എണ്ണ ഇവിടെ നമുക്ക് റെഡി ആയി കിട്ടി. അപ്പോൾ എല്ലാവരും ഈ എണ്ണ ഉണ്ടാക്കി നോക്കണം, വീടുകളിൽ ഉണ്ടാക്കി വെക്കണം. മഴക്കാലത്ത് എന്നല്ല, എല്ലാ കാലത്തും നമുക്ക് പൊള്ളുമ്പോൾ ഓടിപ്പോയി ഡോക്ടറെ കാണണ്ട. പിന്നെ പ്രത്യേകിച്ചും മുറി പൊള്ളി തോലൊക്കെ പോയിട്ടാണെങ്കിൽ വ്രണ ആവുമല്ലേ, പിന്നെ കളറ് പോലും പോണില്ല നമ്മളെ വർഷങ്ങളോളം കയ്യുമ്പിൽ ഇതിന്റെ കറ അല്ലേ. കടുക് പൊട്ടി തെറിച്ചാണെങ്കിലും അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം പോകും. അതുപോലെ പ്രസവിച്ചിട്ടുള്ള സെക്സ് മാസ്ക് പറ്റ പോണിന്റെ അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കാണിച്ചിട്ട് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുക എങ്ങനെ വെച്ചത് എങ്ങനെ നമ്മൾക്ക് വേണ്ടുന്നോ. 2 തുള്ളി ഫില്ലർ കൊണ്ട് എടുക്കേ വേണ്ടു കേട്ടോ. 2 തുള്ളി ഫില്ലർ കൊണ്ട്. എൻ്റെ കയ്യിൽ ഫില്ലർ ഇല്ല, ഞാൻ ഇന്നും സ്പൂൺ കൊണ്ടാണ്. കണ്ടോ കണ്ടോ, 2 തുള്ളി കണ്ടത് നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ കണ്ടോളൂ. ഈ കയ്യുമ്പിൽ കാണിച്ചു തരാം ആദ്യം നിങ്ങൾക്ക്. കണ്ടോ എന്താ ഭംഗി നോക്കൂ. ഇത് നമ്മളിങ്ങനെ തൊട്ടിട്ട് കയ്യിൽ നന്നായി തേക്കാം കേട്ടോ. കുളിക്കാൻ പോണതിന്റെ മുന്നേ നമ്മളെ കൈകളിലും ഒക്കെ നല്ല തേക്കാം. കണ്ടല്ലോ, കണ്ടോ നമ്മളെ കൈകളിൽ ഇത് കുളിക്കാൻ പോണതിന്റെ 10 മിനിറ്റ് മുന്നേ കയ്യിലും കാലിലും നഖത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ തേക്കണം കേട്ടോ. അപ്പൊ നമ്മളെ കയ്യുമ്പിലൊക്കെ വല്ല കറുത്ത വടു ഉണ്ടെങ്കിലും ഒട്ടുമ്പിലൊക്കെ നമ്മൾ കുത്തിയിട്ട് സ്ത്രീകളല്ലേ, ആ വടുക്കെ പറ്റ പോയി നമ്മളെ കൈ നല്ല സുന്ദരാവും കേട്ടോ. അപ്പൊ ഇതെല്ലാരും ചെയ്തു നോക്കണം. അപ്പൊ കയ്യിൽ തേക്കണുണ്ടല്ലേ, ഇനി ഇത് മുഖത്ത് തേക്കുമ്പോ കണ്ടോ 2 തുള്ളി എടുത്തിട്ടാ. കണ്ടല്ലോ കണ്ടല്ലോ, ഇത് നമ്മൾ മുഖത്ത് എല്ലായിടത്തും തേച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ മുഖത്തെ ഈ ചെറിയ പിഗ്മെന്റേഷന്റെ കളറ്, അതുപോലെ നമ്മളെ മുഖക്കുരുവിന്റെ കളറ് എല്ലാം പോകും. അപ്പൊ ഇത് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇനി ഇതെല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ പിന്നെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം. അതൊന്നും ആദ്യം ചോദിച്ചില്ല. അപ്പൊ ഇനി ഞാൻ അതിൻ്റെ ചെയ്യാണ്, കുറെ നേരം ആയില്ലേ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.